കോഴിക്കോട്ടെ പോവുകയാണ്. അവിടെ COA സമ്മേളനവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന നടപടികൾ പുരോഗമിക്കുന്നു. അതിലേക്ക് തത്സമയം. ത്തോടനുബന്ധിച്ച് അതായത് മാർച്ച് 2, 3, 4 തീയതികളിലായി കോഴിക്കോട് നടക്കുന്ന COA സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. COA സംസ്ഥാന സമ്മേളന സംഘാടക സമിതിയുടെ ഓഫീസാണ് തുറന്നിരിക്കുന്നത്. കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മാനാഞ്ചിറയിൽ അശോക ഹോസ്പിറ്റലിന് സമീപത്താണ് സംഘാടക സമിതി ഓഫീസ് പ്രവർത്തിക്കുന്നത്. മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന COA സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഉള്ള സംഘാടക സമിതി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കോഴിക്കോട് പുരോഗമിക്കുന്നത്. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് നാം കാണുന്നത്. ഇന്ന് 22 വർഷത്തിന് ശേഷം 2024 വീണ്ടും സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നഗരത്തിലേക്ക് എത്തിയപ്പോൾ കേരളത്തിൽ കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന നിരവധി ചെറുകിട അതേപോലെ ജില്ലാ അടിസ്ഥാനങ്ങളിലുള്ള പല കമ്പനികളും കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനി ബ്രോഡ്ബാൻഡ് ഇനത്തിലും അതേപോലെ കേബിൾ ടിവിയിലും കേരളത്തിലെ 1ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയും അതേപോലെ തന്നെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം പ്രവർത്തന മണ്ഡലമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനിയെ COA പൂർണ്ണമായും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റർ അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനിയെ വൻകിട കുത്തക കമ്പനികളായ റിലയൻസിനോടും അതേപോലെ എയർടെൽ അതേപോലുള്ള മറ്റ് കമ്പനികളോട് മത്സരിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ 6ാമത്തെ കമ്പനിയായി ഉയർത്തപ്പെട്ട രീതിയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഘടനയുടെ സമ്മേളനം നമ്മുടെ എത്തി നിൽക്കുന്നത്. നമ്മുടെ ജില്ലയിലെ തന്നെ ഊരാളുങ്കൽ സൊസൈറ്റി ഈ രീതിയിലുള്ള ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയായി മാറിയ അതേപോലെ തന്നെ ഇന്ത്യയിലെ ചെറുകിട കേബിൾ TV വ്യവസായങ്ങൾക്കിടയിൽ വൻകിട കോർപ്പറേറ്റുകളോട് മത്സരിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ 5ാം സ്ഥാനത്തേക്ക് എത്തുന്ന രീതിയിലേക്ക് ഇന്ത്യക്ക് തന്നെ മാതൃകയാകാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനമാണ് നമ്മൾ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമ്മേളനത്തിന്റെ സ്വാഗതസംഘം ഓഫീസ് ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ കോഴിക്കോട് ജില്ലക്കാരനായിട്ടുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വാഗത സംഘം ജനറൽ കൺവീനറുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ മൻസൂർ കെ ആദ്യമായി ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ് ഇന്ന് ഒരുപാട് തിരക്കുകളുണ്ടെങ്കിലും ഞാൻ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാത്രമേ മറ്റു പരിപാടിയിലേക്ക് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കോഴിക്കോട് നഗരത്തിന്റെ ഡെപ്യൂട്ടി മേയർ കൂടിയായിട്ടുള്ള ശ്രീ മുസാഫിർ അഹമ്മദ് അവർകളെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് എത്തേണ്ട നമ്മുടെ സംസ്ഥാന നേതാവ് ഇവിടെ എത്തിയിട്ടില്ല. എന്നിരുന്നാലും അതിനേക്കാൾ മുന്നേ നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് മറ്റു പരിപാടികൾ ഒരുപാട് തിരക്കുകളും പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ ശോഭിത KC അദ്ദേഹത്തെ അവർകളെയും ഈ ഒരു പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ എത്തിയിട്ടുള്ള കൗൺസിലർമാരായ ശ്രീ PP സുലൈമാൻ, അതേപോലെ കോർപ്പറേഷന്റെ കൗൺസിലർമാരായിട്ടുള്ള ശ്രീ മൊയ്തീൻ കോയ, അതേപോലെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ എത്തിയിട്ടുള്ള കേരള ഇൻഫോമീഡിയ CEO ശ്രീ NE ഹരികുമാർ, അതേപോലെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള PP അഫ്സൽ, അതേപോലെ AC നിസാർ ബാബു, ഈ പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുന്ന നമ്മുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള സത്യനാഥൻ തുടങ്ങി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഓപ്പറേറ്റർമാർ, മാധ്യമപ്രവർത്തകർ, മറ്റ് നമ്മളുമായിട്ട് സഹകരിക്കുന്ന മറ്റാളുകൾ മുഴുവൻ ആളുകൾക്കും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ M മൻസൂർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ കോഴിക്കോട് നഗരത്തിൻ്റെ
ഡെപ്യൂട്ടി മേയർ സഫർ അഹമ്മദ്, കോഴിക്കോട് കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ശോഭിത KC, ആദരണീയരായിട്ടുള്ള കൗൺസിലർമാർ മൊയ്തീൻ കോയക്ക, സുലൈമാൻ ക, നമ്മുടെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള NE ഹരിഹരൻ, അതുപോലെ സ്വാഗതം പറഞ്ഞിട്ടുള്ള ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, പ്രിയപ്പെട്ടവർ, നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഈ സമ്മേളനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും രണ്ട് കാര്യങ്ങൾ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഞങ്ങൾ 1990കളിലാണ് അഭ്യസ്തവിദ്യരായിട്ടുള്ള കുറേ ചെറുപ്പക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വയം തൊഴിൽ കണ്ടെത്തൽ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഞങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ഒട്ടേറെ പ്രശ്നങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഞങ്ങളുടെ കേബിൾ TV-ക്ക് ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ കേബിൾ വലിച്ചു കൊണ്ടുപോകുന്നത് കേരളത്തിലെ KSEB-യുടെ പോൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വലിക്കുന്നത്. KSEB-ൻ്റെ പോള് വളരെ നേരത്തെ 1 രൂപക്കാണ് ACV എന്ന് പറയുന്ന അന്ന് ഗവൺമെൻറ് നൽകിയിരുന്നത്. പിന്നീട് അത് 17 രൂപയായി. എന്നാൽ ഈ രീതിയിൽ തൊഴിൽ മേഖല കണ്ടെത്തിയിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമെന്നുള്ള നിലക്ക് പലവട്ടം സമീപിച്ചെങ്കിലും നമുക്ക് എവിടെയും അതിന് ഉത്തരം കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് കോടതിയെ സമീപിച്ചുകൊണ്ട് വലിയ സംഖ്യ KSEB ബോർഡിന് നൽകിക്കൊണ്ടാണ് നമ്മൾ പോസ്റ്റിന് കേബിൾ കെട്ടുന്നതിലുള്ള അനുമതി വാങ്ങിച്ചെടുത്തത്. ആ 90-ന് ശേഷം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളും ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളും ഇന്നും തുടരുകയാണ്. കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ സന്ദർഭത്തിലാണ് ആവശ്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ വെക്കുകയും അതിനകത്ത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് അല്പമെങ്കിലും കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരപ്രദേശങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും പോസ്റ്റിൻ്റെ നിരക്കിൽ ചെറിയൊരു ഇളവ് വരുത്തുന്നത് നമുക്ക് ലഭിക്കുകയുണ്ടായി. എന്നാൽ അതിനുശേഷം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഈ ഓർഡർ നടപ്പായെങ്കിലും അതിനകത്ത് ഞങ്ങളെ പീഡിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെ ഇതിനകത്ത് ചെയ്യുകയും ഞങ്ങൾക്ക് പൊതുവെ നമുക്കറിയാം കോർപ്പറേറ്റ് കമ്പനികളുടെ കേബിളുകൾ ഇവിടെ വലിയ രീതിയിൽ വലിയ കേബിളുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 100 ലൈനും 125 ലൈനും ഒറ്റ വയറിനകത്ത് കൂടി കടന്നു പോകുന്ന ലൈനുകൾ ACV-ക്കും ജിയോ കമ്പനിക്കും നിലവിലുണ്ട്. അവർക്ക് ഒരൊറ്റ കേബിൾ കെട്ടിയാൽ മതി. പക്ഷെ നമ്മളുടെ സാധാരണക്കാരനായ ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2-3 ലൈന് ഏകദേശം 2 ഫൈബറും 6 ഫൈബറും ഒരു ലൈനിലുള്ള വലിയ പൈസ ചെലവാക്കാതെയുള്ള കേബിൾ കെട്ടിയിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. എന്നാൽ ഇന്ന് ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രവണത ഒന്നിലധികം കേബിൾ കെട്ടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പൈസ അടക്കണമെന്നുള്ള രീതിയിലുള്ള വാശി പിടിക്കുകയാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞപ്പോൾ നമ്മളെ ഓപ്പറേറ്റർമാർക്കും ഉത്തരവ് വന്നു, ഒന്നിലധികം ഉള്ളത് മുഴുവൻ കട്ട് ചെയ്ത് മാറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഗവൺമെൻറ് സമീപിച്ച് അതിന് വീണ്ടും സാവകാശം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ കട്ട് ചെയ്ത് മാറ്റേണ്ടതിന് ഒരു ഉത്തരവ് ഇപ്പോൾ തൽക്കാലം ഇറങ്ങിയിട്ടുണ്ട്. തൽക്കാലം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്നലെ മുതൽ കട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് 10-15
ത്തോളം വരുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായിട്ട് വരുന്ന അതിൻ്റെ ജീവനക്കാർ, ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെടുന്ന ഞങ്ങളുടെ പ്രാദേശിക ചാനലുകൾ, ഇതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിനകത്ത് 1 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഞങ്ങളുടെ ആവശ്യം വളരെ വലുതാണ്. ഈ കോഴിക്കോട് വെച്ച് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആവശ്യങ്ങൾ വളരെ അടിയന്തരമായി ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന വേദികളിൽ എത്തിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ നമ്മുടെ സ്വാഗത സംഘം, സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം എന്നുള്ളതിൻ്റെ ഭാഗമായി. കാരണം ഞങ്ങൾ ഇന്നലെ വരെ ഈ ഒരു വിഷയം വളരെ വലുതാണ് ഞങ്ങളുടെ മുന്നിൽ. ഇന്നലെ എല്ലാ സ്ഥലത്തും കേബിൾ ഓപ്പറേറ്റർമാർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. പക്ഷേ തൽക്കാലം നമ്മൾ ഗവൺമെൻറ്റിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായി താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഞങ്ങളുമായി അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ മേഖലക്കകത്ത് വലിയ രീതിയിലുള്ള നേട്ടം കൈവരിക്കാൻ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 3000-ഓളം വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ ഇന്ത്യ രാജ്യത്ത് ടെലികോം മേഖലക്കകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങളുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് 2006 മുതൽക്ക് ഞങ്ങൾ മുന്നോട്ട് വെച്ചുള്ള ക്യാപ്ഷൻ അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്നുള്ള രീതിയിൽ, ആ അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ നടപ്പാക്കിയിട്ടുള്ള കേരളത്തിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഈ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ 10-30 വർഷം ഇങ്ങനെ പ്രവർത്തിച്ചിട്ടാണ് ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തുള്ളത്, ഇന്ത്യക്കകത്ത് മാതൃകയാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അത്തരം വേദികളിൽ എത്തിക്കണം. നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ഞങ്ങളുടെ ചെയർമാൻ കൂടിയാണ് ഡെപ്യൂട്ടി മേയർ നമ്മുടെ കോഴിക്കോടിൻ്റെ. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് നമ്മുടെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡെപ്യൂട്ടി മേയറോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ എം മൻസൂർ, സ്വാഗതം ആശംസിച്ച ശ്രീ ഉണ്ണികൃഷ്ണൻ, വേദിയിലുള്ള കോഴിക്കോട് കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമതി KC ശോഭിത, കോർപ്പറേഷൻ കൗൺസിലർമാരായിട്ടുള്ള ശ്രീ CP സുലൈമാൻ, ശ്രീ K മൊയ്തീൻ കോയ, ശ്രീ N ഹരികുമാർ, നിസാർ ബാബു, PP അഫ്സൽ, ജില്ലാ പ്രസിഡന്റ് ശ്രീ സത്യനാഥൻ തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കേരളത്തിലെ ഏറ്റവും ശക്തവും കൂട്ടായ പ്രസ്ഥാനവുമായ COAയുടെ 14ാമത് സംസ്ഥാന സമ്മേളനമാണ് കോഴിക്കോട്ട് വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. ആ സമ്മേളനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിനായി രൂപീകരിച്ച സംഘാടക സമിതിയുടെ ഓഫീസ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സംഘടനയുടെ സമ്മേളനത്തെക്കുറിച്ചും ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും ഈ സംസ്ഥാന സമ്മേളനം ഗൗരവത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന വിഷയങ്ങളാണ്. ഇവിടെ പ്രതിപാദിക്കപ്പെട്ട മേഖലയിലെ ഓരോ പ്രശ്നങ്ങളും അതിന് കാര്യങ്ങൾ നേടിയെടുക്കാനും തൊഴിൽ സംരക്ഷിക്കാനും ആവശ്യമായ തരത്തിലേക്കുള്ള സംഘടിതമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ സമ്മേളനം
നല്ല നിലയിൽ പരിശോധിച്ച് ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ടവർ. വലിയ മത്സരം നേരിടുന്ന, കടുത്ത മത്സരം നടക്കുന്ന ഒരു മേഖലക്കകത്തെ ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഉപജീവനത്തിനായി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളിൽ എല്ലാവരും. ഇവിടെ പറഞ്ഞ പോലെ വലിയ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ നടപ്പാക്കുന്ന മേഖലയാണ് നമ്മുടെ ദൃശ്യ മേഖല. ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയായി വളർന്നു വന്നിരിക്കുകയാണ് നമ്മുടെ ചാനൽ ഇൻഡസ്ട്രി. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ മേഖലയിലെ കോർപ്പറേറ്റുകളുടെ സ്വാധീനം എത്രത്തോളമാണ് എന്ന് ഞാൻ ഇവിടെ വിസ്തരിക്കേണ്ടതില്ല. ഇന്ന് ലോകത്തുള്ള നമ്മുടെ ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന മഹാഭൂരിപക്ഷം ചാനലുകളുടെയും പ്രായോജകർ എന്ന് പറയുന്നത് വൻകിട കുത്തക കമ്പനികളാണ്. വലിയ കുത്തകവൽക്കരണം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഗോളവൽക്കരണത്തിൻ്റെ ശക്തമായ നയപരിപാടി അനുസരിച്ച് അത് പ്രിന്റ് മീഡിയയിലും ഇന്ന് ശക്തമാണ്. കോർപ്പറേറ്റ് വൽക്കരണം മീഡിയ രംഗത്ത് ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് കേബിൾ TV ഓപ്പറേറ്റർമാർ എന്ന നിലക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി മുന്നോട്ട് വന്ന ഇത്തരം പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പ് വലിയ പ്രശ്നം തന്നെയാണ്. ഇവിടെ വലിയ നിലയിൽ പണത്തിൻ്റെ സ്വാധീനം കടന്നു വന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ ചാനലുകളുടെ ഇന്നത്തെ ഒരു വ്യവസായം എന്ന നിലയിൽ അത് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മലയാളത്തിൽ തന്നെ ആരംഭിച്ച ഒരു വലിയ ചാനൽ, ഇന്ന് ആദ്യമായി ആരംഭിച്ച മലയാളത്തിലെ ചാനൽ നമുക്കെല്ലാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ശുഭ പ്രതീക്ഷയായിരുന്നു. ദൂരദർശൻ ചാനൽ സംവിധാനം മാത്രമുണ്ടായിരുന്ന നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മാറ്റത്തിൻ്റെ ഫലമായി ഇന്ത്യയിലും ആ മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റത്തിനൊപ്പം മലയാളിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോടെ അഭിമാനമായി ഉയർന്നു വന്ന ആ ചാനൽ പോലും ഇന്ന് കടുത്ത കുത്തക നിയന്ത്രണത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മലയാളത്തിൽ തന്നെ ഓരോ ചാനലുകളും എടുത്താൽ ജനകീയ ചാനലുകൾ എന്ന് പറയാൻ പറ്റുന്നത് ഇതുപോലെയുള്ള കേരള വിഷൻ പോലെ, അതുപോലെയുള്ള മലയാളം കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള 2-3 ചാനലുകൾ മാത്രമാണ്. ഇന്ത്യയിലും നമ്മുടെ നാട്ടിലുമൊക്കെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഇത്തരം കോർപ്പറേറ്റ് ചാനലുകൾക്കിടയിൽ, ഈ സംവിധാനങ്ങൾക്കിടയിൽ വലിയ നിലയിൽ എല്ലാ മേഖലയിലും തന്നെ മത്സരം നേരിടുകയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ സാങ്കേതിക വിദ്യയുടെ മാറ്റത്തോടുകൂടി കുത്തകകളുടെ നിയന്ത്രണത്തിലേക്ക് ഈ മേഖല ശക്തമായി മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനിടയിലാണ് നാട്ടിൻപുറങ്ങളിൽ നിന്നും പട്ടണപ്രദേശങ്ങളിലുമൊക്കെ കൊച്ചു കൊച്ചു കേബിൾ TV ഓപ്പറേറ്റർമാർ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ ശക്തി തന്നെയാണ്. എന്നാൽ ഇന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് പ്രാദേശിക ചാനലുകൾ കേബിൾ TV രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഓരോ പ്രാദേശികമായിട്ടുള്ള വിവിധ മേഖലകളിലെ വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ് പ്രാദേശികമായ കേബിൾ TV സംവിധാനങ്ങൾ. ഇത്തരം പ്രാദേശികമായ ബദലുകൾ നമ്മുടെ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഉപജീവനം എന്നതിനപ്പുറം നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഏത് സംവിധാനങ്ങളുണ്ടാകും എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ കോർപ്പറേറ്റ് വൽക്കരണം ചാനൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വാർത്തകളിലും അവതരണങ്ങളിലുമൊക്കെ അത്തരം താല്പര്യങ്ങൾ ശക്തമായി നിൽക്കുമ്പോൾ പ്രാദേശികമായ വാർത്തകളും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളും എത്തിക്കാൻ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു പ്രാദേശിക ശൃംഖലകൾ നമ്മുടെ നാട്ടിലായിരുന്നുവെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്.
ഇന്ന് പ്രിന്റ് മീഡിയയുടെ പ്രാധാന്യം ഒരർത്ഥത്തിൽ കുറഞ്ഞു വരുന്നു. അവിടെ പ്രാദേശിക ചാനലുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഒരു തരത്തിൽ നമ്മുടെ നാട്ടിന് നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ സംവിധാനങ്ങളെ കാലോചിതമായി നവീകരിക്കുന്നതോടൊപ്പം തന്നെ സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകൾ നേരിട്ട് ജോലി ചെയ്യുന്ന, അല്ലാതെ പരോക്ഷമായി ആശ്രയിക്കുന്ന ഈ മേഖലയിലെ പ്രശ്നങ്ങളാകെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന സംസ്ഥാന സമ്മേളനം തീർച്ചയായും ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വഴിത്തിരിവാകും എന്ന് നേതാക്കന്മാർ പറഞ്ഞത് ഞാനും ആ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ സമ്മേളനത്തെ കാണുന്നത്. അതിൽ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ, വ്യത്യസ്തമായ ധാരകളിൽ ചിന്തിക്കുന്ന, രാഷ്ട്രീയവും സാമൂഹ്യവുമായി വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ പിന്തുണ ഈ സംഘടനക്കും സമ്മേളനത്തിനുണ്ടാകുമെന്ന് ഉറപ്പാണ്. വേദിയിൽ തന്നെ അതാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഈ സംസ്ഥാന സമ്മേളനം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമ്മേളനങ്ങൾ നടന്നതും നടക്കുന്നതുമായ ഒരു നഗരമാണ്. ആ സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകമായ ഒരു സമ്മേളനമായി ഈ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളാകെ മാറ്റിത്തീർക്കാൻ ഇവിടെ സംഘാടക സമിതിയും സംഘടനാ പ്രവർത്തകരുമൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച് വിജയകരമായി ഈ സമ്മേളനം മാറ്റാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. COA സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഉള്ള സംഘാടക സമിതിയുടെ ഓഫീസ് ഉദ്ഘാടനമാണ് കോഴിക്കോട് പുരോഗമിക്കുന്നത്. മാർച്ച് 2, 3, 4 തീയതികളിലായി ആണ് സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കുക. കോഴിക്കോട് നഗരി അതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ സംഘാടക സമിതിയുടെ ഓഫീസ് ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് നാം കാണുന്നത്. സഹ കൗൺസിലർമാരായിട്ടുള്ള ശ്രീ CP സുലൈമാൻ, ശ്രീ K മൊയ്തീൻ ഗോയ, മറ്റ് NE ഹരികുമാർ, ശ്രീ AC നിസാർ ബാബു, ശ്രീ PP അഫ്സൽ, മറ്റ് സ്വാഗതം ആശംസിച്ച ശ്രീ ഉണ്ണികൃഷ്ണൻ, വേദിയിൽ സന്നിധരായിട്ടുള്ള ശ്രീ സത്യനാഥൻ, മറ്റ് ബഹുമാന്യരായ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനിലെ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു കോഴിക്കോട്ട് സംഘാടക സമിതി ഓഫീസ് COA സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ നിർവഹിച്ചത്. തത്സമയമാണ് നാം കണ്ടത്. മറ്റു വാർത്തകളിലേക്കൊന്ന് പോകാം.